നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോകുകയായിരുന്നു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മ വന്നാൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും? അമ്മ പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ടുപാടി തരാം. ആ പാട്ടുപാടി കൊടുത്തു. പുന്നാര മക്കളെ, തല തീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായെടുത്തെൻ്റെ ഉള്ളിൽ കെടുത്തുവിൻ. അത് പറഞ്ഞതും അമ്മയാട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു സാക്ഷയിട്ടു. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ടായിരുന്നു? വലിയ ഞാവൽമരത്തിന്റെ ചുവട്ടിൽ നിന്നൊരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുറുക്കൻ വന്ന് പാടി, പുന്നാര മക്കളെ, തല തീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായെടുത്തെൻ്റെ ഉള്ളിൽ കെടുത്തുവിൻ. കുഞ്ഞുങ്ങൾ അമ്മയാടു കരുതി സാക്ഷനേക്ക് വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറി ഓടാൻ തുടങ്ങി. പക്ഷെ കുറുക്കൻ കുഞ്ഞുങ്ങളെല്ലാം വിതുങ്ങി ദൂരെ ഓടിപ്പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമ്മയാട് കൈ നിറയെ പലഹാരങ്ങളുമായി തിരിച്ചെത്തി. അമ്മയാട് വന്ന് പാട്ടുപാടി, പുന്നാര മക്കളെ, തല തീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായെടുത്തെൻ്റെ ഉള്ളിൽ കെടുത്തുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയാട് വാതിൽ മുട്ടി. വാതിൽ തുറന്നു. കുഞ്ഞുങ്ങളെ ഒന്നും കാണാറില്ല. അമ്മയാടിന് സങ്കടമായി. അമ്മയാടിന് മനസ്സിലായി, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് കുറുക്കനാണെന്ന്. ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ നിറയെ ചെളി. അത് ചവിട്ടിയാണ് കുറുക്കൻ വന്നത്. കുറുക്കന്റെ കാൽപ്പാടം പിന്തുടർന്ന് കുറുക്കന്റെ സ്ഥലത്തെത്തി. അപ്പോൾ കുറുക്കൻ അമ്മയാടെ കണ്ടതും ചിതറി ഓടാൻ തുടങ്ങി. പക്ഷെ അമ്മയാട് കുഞ്ഞുങ്ങളെല്ലാം കുറുക്കന്റെ വയറിൽ കുത്തി. കുഞ്ഞുങ്ങളും അമ്മയാടും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഇതിൽ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഏതാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മളെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ പറയുന്നതല്ല അനുസരിച്ച് വളരണം. നന്ദി, നമസ്കാരം.